കോഴിക്കോട് എലത്തൂർ വിജിൽ തിരോധാന കേസിൽ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയച്ചു. കണ്ണൂർ റീജിയണൽ കെമിക്കൽ ലാബിലാണ് പരിശോധന നടത്തുക. വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുമാണ് പരിശോധിക്കുന്നത്. കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റേതാണോ എന്ന സ്ഥിരീകരണത്തിനായാണ് DNA പരിശോധന. വിജിലിന്റെ മാതാവിന്റെയും സഹോദരന്റെയും രക്തസാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം ശേഖരിച്ചത്. ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ശേഖരിച്ച സാമ്പിളുകളും കണ്ണൂർ റീജിയണൽ കെമിക്കൽ ലാബിലേക്ക് അയച്ചു. അമിതമായ ലഹരിമരുന്ന് ഉപയോഗത്തെ തുടർന്ന് വിജിൽ മരിച്ചുവെന്നും പിന്നീട് സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്നുമായിരുന്നു പ്രതികളുടെ മൊഴി. പ്രതികൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തു നിന്ന് 7 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ 53 അസ്ഥികൾ അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. കേസിൽ അറസ്റ്റിലായ നിഖിൽ, രഞ്ജിത്ത്, ദീപേഷ് എന്നിവരുമായി തെളിവെടുപ്പും പൂർത്തിയാക്കി. 2019 മാർച്ച് 24-നാണ് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതായത്. നിലവിലെ എലത്തൂർ SHO KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പുനരന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. മീഡിയ 1 കോഴിക്കോട്.